ഗൗരി ഭാനുവിനെ ദേവന്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി ഇരുത്തി. എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം ഭാനുവിൻ്റെ അടുത്തായി അവളും ഇരുന്നു. ദേവന്റെ മുഖത്തെ ഗൗരവം കണ്ട് രാമേട്ടനും രവിയും ഭയന്നാണ് ഇരുന്നിരുന്നത്. ഗൗരിയും ഭാനുവും തമ്മിൽ സംസാരിക്കുന്നതൊഴിച്ചാൽ മറ്റാരും തന്നെ ഒന്നും മിണ്ടിയില്ല. ദേവൻ ആരെയും ശ്രദ്ധിക്കാതെ വേഗം കഴിച്ചെഴുന്നേറ്റ് റൂമിലേക്ക് പോയി. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഭാനുവും രാമേട്ടൻ്റെയും ഗൗരിയുടെയും കൂടെ കിച്ചണിൽ ജോലികൾ ചെയ്തുകൊണ്ട് നിന്നു. വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് രവി കിച്ചണിലേക്ക് വന്നു. എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചു ഗൗരി? അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ദേഷ്യപ്പെടുന്ന ആളായിരുന്നു സാറ്. ഇവിടെ വെച്ചറിഞ്ഞിരുന്നെങ്കിൽ അപ്പം തന്നെ പൊട്ടിത്തെറിക്കുമായിരുന്നു. അവിടെ വെച്ചായതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ സമയം കിട്ടി. വ്യാഴാഴ്ച പൂജ കഴിഞ്ഞ് വെള്ളിയാഴ്ച തിരികെ പോരുമെന്ന് പറഞ്ഞതായിരുന്നില്ലേ? പിന്നെന്താ ഇത്ര ദിവസം വരാതിരുന്നത്? അത് ദേവേട്ടൻ അവിടെ വലിയ ഇഷ്ടമായി. കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് വൈകിയത്. ഗൗരി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. തിരികെ പോരാൻ തോന്നാതിരിക്കാൻ മാത്രം അവിടെ സാറിന് പറ്റിയ കൂട്ടാരായിരുന്നു? കൂട്ടാരുമില്ല. അവിടെ കാണാൻ നല്ല രസാ. ഈ പ്രകൃതി രമണി എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സാർ ഇന്നു മുതലാണ് ബിസിനസ്സൊക്കെ വിട്ട് പ്രകൃതി രമണിയൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത്? എനിക്കറിയില്ല. സാറിനോട് തന്നെ പോയി ചോദിക്കൂ. ചോദിക്കുന്നുണ്ട് ഞാൻ, രവി മനസ്സിൽ വിചാരിച്ചു. എല്ലാവരും അവരവരുടെ റൂമിലേക്ക് പോയി. രാമേട്ടൻ കിടക്കാൻ തുടങ്ങിയപ്പോൾ ദേവന്റെ റൂമിൽ വെള്ളം കൊണ്ടുപോയി വെച്ചില്ലെന്ന് ഓർമ്മ വന്നു. വെള്ളം കൊണ്ടുപോയി വെക്കാനായി കിച്ചണിലേക്ക് വന്നപ്പോൾ ഗൗരി ഒരു ജഗ്ഗിൽ വെള്ളവുമായി മുകളിലേക്ക് സ്റ്റെയർസ് കയറുന്നത് കണ്ടു. രാമേട്ടൻ ഒന്ന് ചിരിച്ചതിന് ശേഷം റൂമിലേക്ക് പോയി. ദേവൻ മൊബൈലിലുണ്ടായിരുന്ന അവൻ്റെയും ഗൗരിയുടെയും ഫോട്ടോകൾ ലാപ്ടോപ്പിൽ ഒരു ഫോൾഡറിലിട്ടു. ആ ഫോട്ടോയിലേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ആ രംഗം തെളിഞ്ഞു വന്നു. തൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളോട് അടുത്ത ആ നിമിഷം. കണ്ണുകൾ ചിമ്മി ഒന്ന് തലകുടഞ്ഞ് ചിരിച്ച് ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് അവിടുന്ന് എഴുന്നേറ്റ് വേഗം അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഡോറിൽ മുട്ടി അല്പസമയം വെയിറ്റ് ചെയ്തു. തുറക്കാത്തത് കൊണ്ട് ഒന്നുകൂടി മുട്ടിയതിന് ശേഷം ഹാൻഡിൽ പിടിച്ച് തിരിച്ച് ഡോർ തുറന്ന് അകത്ത് കയറി. റൂമിലെ ലൈറ്റ് ഓഫായതിനാൽ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കി. ബെഡിൽ ഗൗരി ഇല്ലായിരുന്നു. ടേബിളിന് മുകളിൽ ഫോൺ ഇരിക്കുന്നുണ്ട്. ബാത്റൂമിന് മുന്നിൽ ചെന്ന് ഡോറിൽ മുട്ടി വിളിച്ചു. അനക്കമൊന്നുമില്ലാത്തതുകൊണ്ട് അത് തുറന്നു നോക്കിയ ശേഷം ദേഷ്യത്തോടെ എന്തോ ആലോചിച്ച് അല്പസമയം അവിടെ നിന്നു. ഡോറടച്ച് തിരികെ പോരുമ്പോൾ രവിയുടെ റൂമിൻ്റെ ഡോർ തുറന്നു നോക്കി. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന രവി പെട്ടെന്ന് ഡോർ തുറന്നതുകൊണ്ട് ഞെട്ടി കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു. ബെഡിലിരുന്ന് പ്രയാസപ്പെട്ട് അതെടുക്കാൻ ശ്രമിക്കുമ്പോൾ ദേവൻ വന്ന് അതെടുത്തു. അപ്പു, അതാരാ? ദേവൻ്റെ ശബ്ദം കേട്ടതും കോൾ കട്ടായി. അത് വീടിനടുത്തുള്ള ഒരു പയ്യനാ. അവനെന്തിനാ ഈ നേരത്തെ വിളിക്കുന്നത്? കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിളിച്ചതാ. എടാ, കല്യാണം അടുത്തില്ലേ? കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അവരോട് ഒരു ദിവസം വരാൻ പറയേ. ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാം. സാർ, എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ നാട്ടിലേക്ക് പോവുക. അമ്മയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ല. അമ്മാവന്മാരും അവരുടെ മക്കളൊക്കെ കണക്കാ, തിരിഞ്ഞു നോക്കില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. രമ്യ സൂര്യയും ക്ലാസ്സിനും പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ തനിച്ചല്ലേ. പർച്ചേസ് കഴിഞ്ഞ് പോകുമ്പോൾ നീ കൂടെ പോയിക്കോ. നിനക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഒരു ഡ്രൈവറെ കിട്ടുമോ നോക്കണം. കല്യാണമായിട്ട് ഒരുപാട് ഓടേണ്ടി വരില്ലേ? സാർ, ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? നന്ദിയോ? നീ എന്തിനാടാ എന്നോട് നന്ദി പറയുന്നത്? നിൻ്റെ അനിയത്തിമാരെന്ന് പറയുമ്പോൾ എൻ്റെ അനിയത്തിമാരല്ലേ. നീ എൻ്റെ അനിയനാണെന്ന് ഞാൻ വെറും വാക്ക് പറയുന്നതല്ല. നിന്നോടുള്ള കടപ്പാട് എനിക്ക് ചെറുതൊന്നുമല്ല. അതെൻ്റെ ജീവിതത്തോളം വിലപ്പെട്ടതാ. എൻ്റെ അനിയത്തിമാരെല്ലാം സാറിൻ്റെ അനിയത്തിമാരാണെങ്കിൽ ഗൗരിയോ? ദേവൻ രവിയുടെ മുഖത്ത് നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. അവള് നിൻ്റെ മാത്രം അനിയത്തിയാ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടുന്ന് പോയ ആളല്ല തിരികെ വന്നത്. പോകുമ്പോൾ അവൾക്ക് ഏറെ ഇഷ്ടമുള്ള അവളുടെ കാമുകന് തിരികെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്ന താലിച്ചരട് മാറ്റി സുവർണ ലിപികളിൽ മഹാദേവൻ എന്നെഴുതിയ താലി ചെയിനിൽ കോർത്ത് കഴുത്തിൽ കെട്ടി തിരികെ കൊണ്ടുവന്നു. 3 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട് തിരികെ വന്നത് 6ാമത്തെ ദിവസം. കെട്ടുകഴിഞ്ഞ് ഹണിമൂണും കഴിഞ്ഞാണല്ലേ വന്നിരിക്കുന്നത്. ഹണിമൂണോ? നിനക്കെന്താടാ? എന്നെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഗൗരി എനിക്ക് വെറും വികാരമല്ല, എൻ്റെ ജീവിതാ. പിന്നെ 2ാമത് കെട്ടിയത്. അങ്ങനെ ഒരു പ്രൂഫ് വേണമെന്ന് തോന്നി. നാളെ അവൾ മറ്റൊരാളാലും ചോദ്യം ചെയ്യപ്പെടരുതല്ലോ. പിന്നെ ഇത്രയും ദിവസം എന്തായിരുന്നു അവിടെ എന്ന് പറഞ്ഞൊന്ന് നിർത്തിയതിന് ശേഷം, അവിടെ ഒന്നുമില്ല, നീ കിടന്നോ, ഗുഡ് നൈറ്റ്.
എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. റൂമിലെത്തി കിടന്നെങ്കിലും ഗൗരിയൊന്നും കാണാതെ അവന് സമാധാനം ഉണ്ടായിരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമായിരുന്നു അവിടെ കൂടെ ഉണ്ടായിരുന്നതെങ്കിലും അവളുടെ സാമീപ്യം അവനെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് അവന് തോന്നി. അവൻ എഴുന്നേറ്റ് ചെന്ന് ഭാനുവിൻ്റെ റൂമിൻ്റെ ഡോർ പതിയെ തുറന്നു നോക്കി. റൂമിലെ നേരിയ വെളിച്ചത്തിൽ ദേവൻ കണ്ടു. അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്ന കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഗൗരി ഭാനുവിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് ഇഴുകി ചേർന്ന് കിടക്കുന്നു. ആ കാഴ്ച കണ്ട് ദേവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഗൗരിയുടെ മെടഞ്ഞിട്ട നീളൻ മുടിയിഴകൾക്കിടയിലുള്ള കുഞ്ഞു മുടിത്തുമ്പുകൾ സീലിംഗ് ഫാനിൻ്റെ കാറ്റിൽ ഭാനുവിൻ്റെ മുഖത്ത് വീണ് തഴുകിക്കൊണ്ടിരിക്കുന്നു. ആ ഇക്കിളിയിൽ അവർ ഇടയ്ക്കൊന്ന് കണ്ണിറുക്കെ അടച്ചെങ്കിലും കൂടുതൽ വാത്സല്യത്തോടെ ഗൗരിയെ തന്നോട് ചേർത്ത് പിടിച്ചു. അവരെ ശല്യപ്പെടുത്താതെ ഭാനുവിൻ്റെ മുഖത്ത് തഴുകിക്കൊണ്ടിരിക്കുന്ന മുടിയിഴകൾ അവൻ പതിയെ മാടിയൊതുക്കി ഗൗരിയുടെ മുടിയുടെ ഇടയിൽ തിരികെ വെച്ചു. ആ സ്പർശനത്തിൻ്റെ അസ്വസ്ഥതയിൽ അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന രൂപത്തെ കണ്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും അത് ദേവനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഭാനു അറിയാതിരിക്കാൻ അനങ്ങാതെ കിടന്നു. ദേവൻ മുഖം കൊണ്ട് അവളോട് എഴുന്നേറ്റ് വരാൻ ആംഗ്യം കാണിച്ചു. എന്നാൽ പതിയെ തലയാട്ടി ഇല്ല എന്ന് കാണിച്ച് അവിടെ തന്നെ കിടന്നു. അത് കണ്ട് ചെറുതായി ദേഷ്യം വന്നവൻ വീണ്ടും ഗൗരിയോട് എഴുന്നേൽക്കാൻ കണ്ണുരുട്ടി ആംഗ്യം കാണിച്ചു. ദേഷ്യത്തോടെ തന്നെ അവളും മുഖം ചലിപ്പിച്ച് ഇല്ലെന്ന ആംഗ്യം കാണിച്ച് കണ്ണടച്ച് കിടന്നു. ദേവൻ ദേഷ്യത്തോടെ കൂർപ്പിച്ചൊന്ന് നോക്കിയതിന് ശേഷം അവിടുന്ന് നടന്നു. അവൻ പോകുന്നത് നോക്കാൻ ഗൗരി പതിയെ തലപൊക്കി നോക്കി. പെട്ടെന്ന് വാതിലടയുന്ന ശബ്ദം കേട്ടതും ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് ഭാനു ഞെട്ടി ഉണർന്നു. ഗൗരി ഒന്നും അറിയാത്തതുപോലെ ഉറക്കം നടിച്ച് അനങ്ങാതെ തന്നെ കിടന്നു. ദേവന്റെ മണം ആ റൂമിൽ തങ്ങി നിൽക്കുന്നതിനാൽ അവൻ അവിടെ വന്നിരുന്നെന്ന് ഭാനുവിന് മനസ്സിലായി. ഗൗരിയുടെ നിഷ്കളങ്കമായ നാട്യം മനസ്സിലാക്കി ഭാനു ഒന്ന് ചിരിച്ചതിന് ശേഷം കണ്ണടച്ചു കിടന്നു. രാവിലെ നേരത്തെ ഉണർന്ന് ഗൗരി അടുക്കളയിൽ രാമേട്ടനോടൊപ്പം സഹായത്തിന് നിന്നു. ഭാനു നേരത്തെ അടുക്കളയിലേക്ക് വരുന്നത് കണ്ട്, അമ്മ എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റത്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ പോരെ? എനിക്കിപ്പോൾ പണിയെടുക്കാൻ വയ്യായികയൊന്നുമില്ല. പിന്നെന്തിനാ ഞാൻ റൂമിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്? നിനക്ക് ജോലിക്ക് പോണ്ടേ? പഠിക്കാനുമുണ്ട്. നീ അടുക്കളയിൽ എന്തിനാ കഷ്ടപ്പെടുന്നത്? കുറേ ദിവസമായില്ലേ പഠിക്കാതെ? പോയിരുന്ന് പഠിച്ചേ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാനും രാമേട്ടനും ചെയ്തോളാം. അതൊന്നും വേണ്ട, എനിക്ക് പഠിക്കാനുള്ളതെല്ലാം ഞാൻ പഠിച്ചോളാം. ഇതൊന്നും എനിക്ക് കഷ്ടപ്പാടല്ല. ഭാനുവിന് ചായ കൊടുത്തുകൊണ്ട് ഗൗരി പറഞ്ഞു. ദേവൻ അടുക്കളയിലേക്ക് വന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കി. അതിനുശേഷം അവിടെ ഒന്ന് കണ്ണോടിച്ച് ഒരു ഗ്ലാസ് എടുത്ത് വാട്ടർ പ്യൂരിഫയറിൽ നിന്ന് വെള്ളമെടുത്ത് കുടിച്ചു. രാമേട്ടൻ എന്താ റൂമിൽ വെള്ളം വയ്ക്കാതിരുന്നത്? കുഞ്ഞെ, ഞാൻ വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോൾ ഗൗരിമോള് വെള്ളമായിട്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ കൊണ്ടുവരാതിരുന്നത്. അയ്യോ രാമേട്ട, ഞാനത് അമ്മയുടെ റൂമിലേക്കാണ് കൊണ്ടുപോയത്. രാമേട്ടന് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവച്ചോളാം. മറ്റൊരാൾ കൊണ്ടുവരുമെന്ന് വിചാരിച്ചിരിക്കണ്ട. ഇവൾക്ക് താല്പര്യം മറ്റു വല്ലതിനുമാ. ദേഷ്യത്തോടെ ഗൗരിയെ കൂർപ്പിച്ച് നോക്കിയതിന് ശേഷം അവൻ അവിടുന്ന് പോയി. മോള് വെള്ളമായി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കുഞ്ഞിനുള്ളതായിരിക്കുമെന്നാ. ഭാനുക്കുഞ്ഞ് രാത്രിയിൽ എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന ശീലം ഇല്ലല്ലോ. ഇവളിന്നലെ ഞാൻ കിടന്ന റൂമിലാണ് കിടന്നത് രാമേട്ടാ. ഇവൾക്കുള്ള വെള്ളമാണ് ഇവൾ കൊണ്ടുവന്നത്. ഉറക്കം വരാതെ കിടക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് അവൻ വെള്ളം കുടിക്കുമല്ലോ. ചിലപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അതായിരിക്കും ഇത്ര നേരത്തെ എഴുന്നേറ്റ് വന്നത്.